നമ്മുടെ വീട്ടിൽ പാചകം ചെയ്യുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇങ്ങനെ പ്രാതലോട്ട് തുടങ്ങാറുണ്ടല്ലോ. അപ്പോൾ ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലേക്കല്ലേ നമ്മുടെ മനസ്സെപ്പോഴും ഓടിയെത്തുന്നത്. പ്രത്യേകിച്ച് പറഞ്ഞാൽ വെറൈറ്റിയും വേണം, എന്നാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റണം. പിന്നെ ഒരു പക്ഷേ ലെഫ്റ്റ് ഓവറായിട്ട്, അതായത് തലേ ദിവസത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് എത്രത്തോളം ഫലപ്രദമായിട്ട്, മോശമാകാത്ത കാര്യങ്ങളായിരിക്കണം നമ്മളിപ്പോൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്, അത് ഉപയോഗിച്ച് എങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അത് ഒരു രീതി. പിന്നെ അതല്ലെങ്കിൽ ഒരു പാർട്ടി നടത്തുന്നു, അങ്ങനെ പെട്ടെന്ന് വിശേഷപ്പെട്ട ഒരു ദിവസമാണ്, കുറച്ച് അല്ലെങ്കിൽ ഒരു അതിഥികളെയൊക്കെ വിളിച്ചിട്ടുണ്ട്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കണം, എന്നാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെയല്ലേ. അതിശയിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വരുന്ന ഗസ്റ്റുകളെയൊക്കെ ഒന്ന് സർപ്രൈസ് ചെയ്യിക്കുക, അത്തരം കുറേ വിഭവങ്ങൾ നമ്മളിങ്ങനെ ആലോചിച്ച് കൂട്ടാറുണ്ട് ഏറ്റവും സിമ്പിൾ മെത്തേഡിൽ. അപ്പോൾ ഇത് ഒരു സ്പെഷ്യൽ ഡിഷാണെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം നമ്മളൊരു ഇടിയപ്പം വീട്ടിലുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇടിയപ്പം കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാം. അതിൽ ഒരു പ്രധാന കാര്യമാണ് ഇതൊരു ഉപ്പുമാവാക്കാം. ഇതൊരു സാധാരണ ഉപ്പുമാവല്ല, ഇതൊരു ലെമൺ ഉപ്പുമാവാണ്. അതായത് എന്താ പറയുക, നാരങ്ങ ഉപ്പുമാവെന്ന് പറയാം. അപ്പോൾ ലെമൺ റൈസൊക്കെ നമ്മൾ ചെയ്യില്ലേ, അതേപോലെ ചോറിലല്ല നമ്മൾ ചെയ്യുന്നത്, പക്ഷേ ഇടിയപ്പത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ചോറുണ്ടാക്കിയത് നമുക്ക് ഇപ്പോൾ വൈറ്റ് റൈസിലൊക്കെ നമ്മളങ്ങനെ ചെയ്യാറുണ്ട്, പക്ഷേ ഇത് ഇടിയപ്പം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കുന്ന ദിവസം ഈ രീതിയിൽ കുറച്ച് ഇടിയപ്പം എടുത്തിട്ട് ഈ രീതിയിൽ ഒരു ലെമൺ ഉപ്പുമാവായിട്ട് ഇടിയപ്പത്തിനെ മാറ്റാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക. അതിന് വേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇടിയപ്പം അല്ലെങ്കിൽ വീശപ്പം 10-12 എണ്ണം മീഡിയം സൈസിലുള്ളത്. എണ്ണ 1.5 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, ഉഴുന്നുപരിപ്പ് 3 ടീസ്പൂൺ, വറ്റൽമുളക് 4 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്, കപ്പലണ്ടി തൊലി കളഞ്ഞത് 3 ടേബിൾ സ്പൂൺ, പച്ചമുളക് 2 ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ആകാം, നാരങ്ങാ നീര് 1.5 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ആകാം, ഉപ്പ് ആവശ്യത്തിന്, മല്ലിയില അരിഞ്ഞത് 1/4 കപ്പ്. അപ്പോൾ ഇനി തുടങ്ങാം. അടുപ്പ് കത്തിച്ചു, എൻ്റെ ഫേവറേറ്റ് പാത്രം വന്നു. അപ്പോൾ നല്ല ചൂട് കത്തിയുള്ളൊരു പാത്രം എടുക്കുക. എന്നിട്ട് അതിന് മുന്നേ ഒരു കാര്യം ചെയ്യണം. തീ ഒരല്പം ഞാൻ കുറച്ചിടുന്നു. ഇടിയപ്പം ഞാനൊരു 10-12 ഇടിയപ്പം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ പൊടിഞ്ഞ് കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നൂലപ്പമായിട്ട് നമ്മളൊരു പ്ലേറ്റിൽ ഇങ്ങനെ പിഴിഞ്ഞെടുത്താലും ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റും. അതും എളുപ്പമാണ്. ഇതിങ്ങനെ പൊടിച്ചെടുക്കണം. അതാണ് ആദ്യത്തെ കാര്യം. അത് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ ഇടിയപ്പം എല്ലാം റെഡിയാക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആണ്. പിന്നെ ഇത് വീശപ്പം, നൂലപ്പം പല പേരുകളിൽ കിട്ടുന്ന കാര്യമാണ്. ഇപ്പോൾ വീശപ്പം ആണെങ്കിലും ഇങ്ങനെ നീളത്തിന് കുറച്ചുകൂടി ലോങ് പീസസ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ എണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുകിടുന്നു. സാധാരണ താളിക്കൽ കടുക്, പിന്നെ ഇതിൽ ഉഴുന്നുപരിപ്പ് ചേർക്കും. ഉഴുന്നുപരിപ്പ്, കടുക്, വറ്റൽമുളക്, കറിവേപ്പില, അത് ആദ്യത്തെ ഭാഗം. അപ്പോൾ എണ്ണ ചൂടായി നമുക്കൊന്ന് താളിക്കാം. ഒരു ടീസ്പൂണോളം കടുക്, അതുപോലെ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പാകാം. ഇതിപ്പോൾ മുഴുവൻ ഉഴുന്നാണ്, ഏതാണെങ്കിലും കുഴപ്പമില്ല. കടുകെല്ലാം പൊട്ടി തുടങ്ങി. അതിനോടൊപ്പം ഇതൊന്ന് മൂത്ത് തുടങ്ങും. നമ്മുടെ ഉഴുന്ന്, പിന്നെ സാധാരണ ചെയ്യുന്നത് എന്താണ്, വറ്റൽമുളക് 2, 3, 4. ഇതിനോടൊപ്പം കപ്പലണ്ടി നമ്മുടെ ഇഷ്ടത്തിന് ഇടാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ കപ്പലണ്ടി ചേർക്കും. കുറച്ച് കൂടുതൽ കിടക്കട്ടെ വേഷം, അപ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. പിന്നെ അണ്ടിപ്പരിപ്പ് വേണമെങ്കിലും ഇടാം കേട്ടോ. അപ്പോൾ ഉഴുന്ന് പരിപ്പിൻ്റെയൊക്കെ കളറെല്ലാം മാറി തുടങ്ങിയിട്ടാണ് ഞാൻ ഈ ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്തിരിക്കുന്നത്. ഇത് നോക്കിയേ, ഉഴുന്ന് പരിപ്പ് കുറച്ച് ബ്രൗൺ ആയി തുടങ്ങുന്നു. ഈ നമ്മുടെ കപ്പലണ്ടി ഒന്ന് മൂത്ത് കിട്ടണം. ഇനി ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. അതും കൂടി കിടന്ന് മൂക്കട്ടെ. പിന്നെ നമ്മുടെ ഇടിയപ്പത്തിന് ഉപ്പ് ഒക്കെ ചേർത്തിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാൻ അതിനകത്ത് ഇച്ചിരി തേങ്ങയും കൂടിയൊക്കെ ചേർത്തിട്ടാണ് ഇടിയപ്പം സാധാരണ ഉണ്ടാക്കണം. നടുക്ക് തേങ്ങ ഇട്ടിട്ടാണ് 2 ലെയറായിട്ട് ഇടുന്നത്. അതുകൊണ്ട് തേങ്ങ ഉണ്ട് അതിനകത്ത്, എങ്കിലും കുറച്ച് എക്സ്ട്രാ തേങ്ങ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡി.
കപ്പലണ്ടിയുടെയൊക്കെ നിറമൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അത് മൂത്ത് തുടങ്ങി. ഇനി പച്ചമുളക് ഒരു 2 ചെറിയ പച്ചമുളക് വട്ടത്തിനരിഞ്ഞതും അതോടൊപ്പം തന്നെ ഏതാണ്ട് 1 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ 3 ടീസ്പൂണാണ്. അപ്പോൾ 2 ടീസ്പൂൺ ആയാലും മതി, 3 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല. ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ള അത്രയും ചേർക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ, ഒന്ന് വാടി ഇതായി വരും. ഇത് വളരെ സിമ്പിൾ കാര്യമാണ്, പെട്ടെന്നാണ്. അത് ഇപ്പോൾ നോക്കിയ പച്ചമുളകും ഇഞ്ചിയും കൂടി മൂത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇടിയപ്പത്തിൻ്റെ ഇങ്ങനെ ഷ്രെഡ് ചെയ്ത് വെക്കാൻ പറയുക, ഇങ്ങനെ ഇളക്കി എടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് തേങ്ങയുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ഒരു കാര്യം. എങ്കിലും എക്സ്ട്രാ തേങ്ങ നമ്മൾ കൊടുക്കും. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാ ഭാഗത്തേക്കും വരട്ടെ. തീ അല്പം ഒന്ന് കുറയ്ക്കാം. ആ മഞ്ഞൾപ്പൊടി ഇടുന്നത് കൊണ്ട് തന്നെ ഇതിനൊരു ചെറിയൊരു യെല്ലോ ഷെയ്ഡ് കിട്ടും. നമ്മൾ സാധാരണ എന്താ പറയുക, ലെമൺ റൈസൊക്കെ ഒരു മഞ്ഞ നിറമല്ലേ, ഏതാണ്ട് അതുപോലെ തന്നെയാണിത്. ഇനി ഇതിലേക്ക് തേങ്ങ ചേർക്കാം. തേങ്ങയും നമ്മളുടെ ഇഷ്ടത്തിനാണ്, എത്ര വേണമെങ്കിലും ആകാം. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ. കുറച്ച് മല്ലിയില കഴിഞ്ഞു, പെട്ടെന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇടിയപ്പത്തിൽ ഇച്ചിരി ഉപ്പുണ്ട് എങ്കിലും ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഇച്ചിരി ഉപ്പ് വേണമല്ലോ, ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. ഇനി മല്ലിയെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി കളർഫുൾ മാത്രമല്ല, സ്വാദ് കൂടും. ഇനി ലാസ്റ്റ് ഇതിപ്പോൾ ലെമണല്ലേ, ലെമൺ ഉപ്പുമാവാണ്. അപ്പം നാരങ്ങയുടെ ടേസ്റ്റ് വരണ്ടേ, ഒരു പുളിയൊക്കെ, അത് ലാസ്റ്റാണ് ചേർക്കേണ്ടത്. തീ ഓഫ് ചെയ്തിട്ട് ചേർത്താൽ മതി. ഇനി ഞാൻ വീണ്ടും തീ കൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിറച്ച് തേങ്ങ, ഏകദേശം ഒരു 1/2 കപ്പോളം തേങ്ങ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ ഓപ്ഷണലാണ്, ഇല്ലാതെയും നമുക്ക് ചെയ്യാം. തേങ്ങ ഇല്ലാത്ത സ്ഥലത്തൊക്കെ താമസിക്കുന്നവർക്ക് ഇപ്പോൾ തേങ്ങ വേണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ടൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ച് നേരം വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ട് അത് ചേർത്താലും മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതെല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. നന്നായിട്ട് മിക്സ്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് അവസാനമായിട്ടാണ് തീ ഓഫ് ചെയ്യുന്നു. എന്നിട്ട് നാരങ്ങാനീര് 1 ടേബിൾ സ്പൂൺ. കൂടുതൽ പുളി വേണമെങ്കിൽ കുറച്ചുകൂടി 1.5 ടേബിൾ സ്പൂൺ വരെ ആകാം, പക്ഷേ ഇത് മതിയാകും. ചെറിയൊരു പുളി അങ്ങനെ നാരങ്ങാനീരും ചേർത്തു. അത് 1 ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ ആകാം, ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ. ഇതിപ്പോൾ നമ്മളൊരു 12 ചെറിയ ഇടിയപ്പമാണ് എടുത്തത്. ഏകദേശം ഒരളവ് അറിയാമല്ലോ, ഏകദേശം ഒരു 3 കപ്പോളം ഉണ്ടായിരുന്നു. അത് പൊടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ഇളക്കി എടുക്കുമ്പോൾ ഒരല്പം, ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ലാസ്റ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ മഹാരാഷ്ട്രയിലൊക്കെ പോവുകയാണെങ്കിൽ ആ ഭാഗത്തൊക്കെ ഏതെങ്കിലും ആ സ്റ്റേറ്റിലെ പല സ്ഥലത്ത് ചെല്ലുമ്പോൾ പോഹ ഈ രീതിയിൽ കിട്ടും. പോഹ പറയുമ്പോൾ അവലിങ്ങനെ ഈ രീതിയിൽ അവരുണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു വേറൊരു വേർഷൻ, അത്രേ ഉള്ളൂ. ഇത് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ചെയ്യാം. ഇടിയപ്പം നമുക്ക് രാവിലത്തെ ഇടിയപ്പം കയ്യിലുണ്ടെങ്കിൽ വൈകുന്നേരം കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാമല്ലോ. ഇത് വൺ ഓഫ് സച്ച് ഇങ്ങനത്തെ ഒരു ഐറ്റമാണ്. ഇത് എളുപ്പമാണ് ഉണ്ടാക്കാൻ, ടേസ്റ്റ് ആണെങ്കിൽ ഇതിന് കറിയൊന്നും വേണ്ടല്ലോ. അത്യാവശ്യം എരിവുണ്ട്, പുളിയുണ്ട്, ഇച്ചിരി മധുരം വരുമ്പോൾ അതൊക്കെ ബാലൻസ് ആകും, അടിപൊളിയായിരിക്കും. ഇനി വേറെ ഒന്നും ചെയ്യില്ല, വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ സ്വാദിഷ്ടമായ നാരങ്ങ ലെമൺ ഉപ്പുമാവ് റെഡി. ഇത് ലെമൺ എന്ന് പറയുമ്പോൾ ലെമൺ ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ ഇടിയപ്പം ലെമൺ ഉപ്പുമാവ് അടിപൊളിയാണ്. സ്വാദിൻ്റെ കാര്യം ഞാനൊന്നും എടുത്ത് പറയുന്നില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഭയങ്കര നമുക്ക് നിർത്താനേ തോന്നില്ല, കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു 4 മണി പലഹാരമായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. കാരണം രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പമാണെങ്കിൽ വൈകുന്നേരം വെറുതെ വീണ്ടും ഇടിയപ്പം കൊടുത്താൽ അവർക്ക് ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു വെറൈറ്റിയാണ്. പിന്നെ അതുപോലെ വൈകുന്നേരം ഒരു ഫംഗ്ഷൻ നമ്മൾ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഡിന്നറിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ 2-3 ഡിഷസ് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഇതും ഒരു വിഭവമാക്കാം. ഒരു വെജിറ്റേറിയൻ ഒരു അടിപൊളി ഐറ്റമായിട്ട് അത് രാവിലത്തെ ഇടിയപ്പം വെച്ച് തന്നെ ചെയ്യാം. അപ്പോൾ രാവിലെ തന്നെ ഇടിയപ്പം ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ ജോലി ഭാരവും കുറവാണ്. സത്യം പറഞ്ഞാൽ ഇത് ചൂടോട് കൂടിയുള്ള ഇടിയപ്പമോ വിശപ്പമോ അല്ല വേണ്ടത്, അല്പം ഒന്ന് തണുത്തത് തന്നെയാണ് നല്ലത്. നമുക്കതിങ്ങനെ ഇളക്കിയെടുക്കാനൊക്കെ അതാണ് കൂടുതൽ ഈസി. അപ്പോൾ ഉണ്ടാക്കി നോക്കാം. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം. പിന്നെ എന്തെങ്കിലും ഒരു സൈഡ് ഡിഷ് വേണം തോന്നുകയാണെങ്കിൽ ഇതിനോടൊപ്പം കുറച്ച് എന്താ പറയുക, നല്ല
എരിവുള്ള ഒരു ചട്നി നല്ലതായിരിക്കും, ഒരു കാര ചട്നിയോ അങ്ങനെ എന്തെങ്കിലും. അതോടൊപ്പം കുറച്ച് പപ്പടം അല്ലെങ്കിൽ അപ്പളം കൂട്ടി കഴിച്ചാലും ഗംഭീരമായിരിക്കും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ പുളിയുള്ള കാര്യമാണ്, അതുകൊണ്ട് പിന്നെ പുളിശ്ശേരി ഒന്നും വേണ്ട, അല്ലെങ്കിൽ നമുക്ക് പുളിശ്ശേരിയോ കഴിക്കാം. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സ്പെഷ്യൽ റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സ്പെഷ്യൽ റെസിപ്പി മിൽക്കി മിസ്റ്റ് ചേർത്ത് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ മിൽക്ക് ഷേക്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിലെ പല പല ഫ്ലേവേഴ്സ് ഉണ്ട്. അവർക്ക് ചോക്ലേറ്റ് ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, വാനില ഉണ്ട്. അപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ വാനില മിൽക്ക് ഷേക്ക് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോവാണ്. ഒരു സർബത്ത് പോലെ എന്ന് പറയാം, ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു ചൂട് കാലത്തിന് പറ്റിയതാണ്. അതിൻ്റെ പേര് തന്നെ ടെൻഡർ കോക്കനട്ട് മൊഹബത്ത് എന്നാണ്. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ ഭയങ്കര സ്വാദാണ്. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കുക. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കരിക്കിൻ്റെ വെള്ളം 1 കപ്പ്. കരിക്കിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളും എടുക്കുക. ഒരു ചെറിയ കരിക്കിൽ നിന്നും കിട്ടുന്നതാണ് ഇത് രണ്ടും, ആ ഒരു അളവ്. മിൽക്കി മിസ്റ്റിൻ്റെ വാനില മിൽക്ക് ഷേക്ക് 1 കപ്പ്. കറുത്ത കസ്കസ് 1.5 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ, 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്തത്. അപ്പോൾ നമ്മുടെ ടെൻഡർ കോക്കനട്ട് മൊഹബത്ത് തയ്യാറാക്കാം അല്ലേ. ഒരു എന്താ പറയുക, ഒരു വാട്ടർമെലൺ വെച്ചിട്ടൊക്കെ നമ്മളിങ്ങനെ ചെയ്യില്ലേ, അത് ഒരു പാറ്റേൺ ആണ് ഇത്. പക്ഷേ വളരെ വ്യത്യസ്തമാണ്, കാര്യം ഇത് കുറച്ചുകൂടി ഈസിയാണ്. വെറുതെ ഒരു പാല് നമ്മൾ ഒഴിക്കുന്നില്ല, അതിന് പകരം മിൽക്ക് ഷേക്കാണ്, വാനില ഫ്ലേവേർഡ് മിൽക്ക് ഷേക്കാണ്. വാനില മിൽക്ക് ഷേക്ക് മിൽക്കി മിസ്റ്റ് ഇത് വാങ്ങിയാൽ മതി. ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കരിക്കേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ബ്ലെൻഡറിലേക്ക്, ഒരു കരിക്കെന്ന് പറയുമ്പോൾ അതിനകത്ത് എത്രയുണ്ടോ അതിനകത്ത് ഈ കാമ്പ് പോലെ അകത്ത ഭാഗം അതെടുക്കുന്നു. അതിനോടൊപ്പം കരിക്കിൻ്റെ വെള്ളമാണ്, ഏകദേശം 1 കപ്പോളം ഉണ്ട്. ആദ്യം അതൊന്ന് ബ്ലെൻഡ് ചെയ്യാം. ഒരല്പം പീസസൊക്കെ അതിനകത്ത് കിടക്കുന്നത് ഒരു എന്താ പറയുക, അതൊരു സുഖമാണ് കഴിക്കുമ്പോൾ. അതിനകത്തേക്കാണ് നമ്മളിനി മിൽക്കി മിസ്റ്റിൻ്റെ വാനില മിൽക്ക് ഷേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇതിനനുസരിച്ചിട്ട് 1 കപ്പോളം ഒഴിക്കും. ഇത് 1 കപ്പ്, 1.5 കപ്പ് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ ഇനി ഞാൻ പ്രത്യേകിച്ച് ആഡഡ് ഷുഗറൊന്നും ചേർക്കുന്നില്ല, വേറെ മധുരമൊന്നുമില്ല, ഇതിനകത്തുള്ളൊരു മധുരം മതിയാകും. വീണ്ടും ഒരു ചെറുതായിട്ടൊന്ന് ഒഴിക്കും. ജസ്റ്റ് ഒരു ബ്ലെൻഡിങ് അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി നമ്മൾ കറുത്ത കസ്കസ് സർബത്തിലൊക്കെ കിടക്കുന്നതാണ്. അത് 1 കപ്പ് വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ കറുത്ത കസ്കസ് എടുത്ത് വെച്ചിരുന്നു. അത് കുതിർന്ന് ഇങ്ങനെ റെഡി ആയിരിക്കണം. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് യോജിപ്പിക്കണം. ഇതിലിപ്പോൾ ഉള്ളൊരു നാച്ചുറലായിട്ടുള്ളൊരു ഷുഗറാണ് ഇതിനകത്തുള്ളത്. ഇപ്പോൾ എന്താ മിൽക്ക് ഷേക്കിലുള്ളതും പിന്നെ കരിക്കിലുള്ളതും. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ മധുരം വേണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. അതിങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ചേർത്താൽ മതി, കരിക്ക് ബ്ലെൻഡ് ചെയ്യുമ്പോൾ. ഇനി ഇതിലേക്കാണ് ഇത് ചേർക്കാൻ പോകണം. അപ്പോൾ നമ്മുടെ ടെൻഡർ കോക്കനട്ട് മൊഹബത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എന്ത് ഫാസ്റ്റ് അല്ലേ കാര്യങ്ങൾ. ഇത് കുതിർത്ത് ഇത് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണേ ഉണ്ടായിരുന്നുള്ളൂ. കുതിർന്ന് വന്നപ്പോൾ നോക്കിയേ 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു. ഇതും കൂടി വരുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഫിനിഷ് വരുന്നത്. നമ്മുടെ കറുത്ത കസ്കസ് സെറ്റ് റെഡി. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, നല്ല തണുപ്പിച്ച് കഴിക്കും, നല്ല ചിൽഡായിട്ട്. ഇതിപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഈ ഒരു സമയത്ത് തന്നെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കും. നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് സ്വന്തമായിട്ട് കഴിക്കുക, വീട്ടുകാർക്ക് കൊടുക്കുക, പിന്നെ വരുന്ന അതിഥികൾക്കും വിളമ്പാം. ഈ ഒരു ചൂട് സമയത്തേക്ക് പറ്റിയതാണ് സമ്മർ ഡ്രിങ്ക്. ഏകദേശം ഈ ഒരു അളവിലുള്ള ഗ്ലാസ്സിലൊരു 3 ഗ്ലാസ് നിറച്ച് കുടിക്കാനുണ്ടാകും. പിന്നെ നല്ല തണുപ്പിച്ച് കഴിക്കാൻ മറക്കണ്ട. ഇതൊരു വ്യത്യസ്തമായൊരു ഫീലാണ് ഈ ഒരു ഡ്രിങ്ക്. കാര്യം ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെയും വാനിലയുടെയും ആ ഒരു പാലിൻ്റെ എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. പക്ഷെ നല്ല തണുപ്പിച്ച് കഴിക്കാം. അപ്പോൾ ഇതിലിനി പ്രത്യേകിച്ച് ഐസ്ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാരണ നമ്മൾ ഒരു ഷേക്സോ അല്ലെങ്കിൽ ഡ്രിങ്കൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് വാനില ഐസ്ക്രീമൊക്കെ അല്ലേ ഇടുന്നത്. ഇപ്പോൾ ഐസ്ക്രീമിന് പകരമാണ് നമ്മളിപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ മിൽക്ക് ഷേക്ക്, വാനില മിൽക്ക് ഷേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സിമ്പിൾ വേ. ഇത് ഒരു പാക്കറ്റ് പൊട്ടിച്ചതിൽ നിന്ന് ഞാൻ 1 ഗ്ലാസ്സേ എടുത്തിട്ടുള്ളൂ. നമുക്കിതുപോലെ ഒരു 3 കപ്പ് കിട്ടിയിട്ടുണ്ടാവും. ഇത് 1 കപ്പ് ഇതിനകത്തുണ്ട്. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടം. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മളുടെ ടെൻഡർ കോക്കനട്ട് മൊഹബത്ത് റെഡി. ഇനി ഈ ചൂടുകാലത്ത്, ഇപ്പോൾ ചൂടുകാലമൊക്കെ കഴിയാറായി വരുന്നു എങ്കിലും ഈ ചൂടുകാലം ഇപ്പോൾ വേനൽ മഴ മാത്രമല്ലേ ഉള്ളൂ.
ചൂട് കൂടുതലുള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കി കഴിക്കാം. ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ടെൻഡർ കോക്കനട്ട് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് കരിക്കിൻ്റെ വെള്ളമുണ്ട്, അതിൻ്റെ അകത്തുള്ള കാമ്പ് ഭാഗമുണ്ട്, പിന്നെ ഇത് കൂടാണ്ട് മിൽക്ക് ഷേക്ക് എന്നുള്ള നിലയ്ക്ക് അതിൽ പാല് വരുന്നുണ്ട്. മധുരം വേണമെങ്കിൽ ചേർക്കുക എക്സ്ട്രാ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കറുത്ത കസ്കസും ഭയങ്കര നല്ലതാണ്. നമ്മുടെ ഒരു കൂളിംഗ് പ്രോപ്പർട്ടീസൊക്കെ ധാരാളം. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഉപ്പുമാവാണ്. ഒരു ലെമൺ ഉപ്പുമാവ് വിത്ത് ഇടിയപ്പം, ഒരു ലെഫ്റ്റ് ഓവർ ഇടിയപ്പം വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം കൂടിയാണിത്. അപ്പോൾ അതുണ്ടാക്കി നോക്കുക. രണ്ടാമത് കാണിച്ചതും അതിനെക്കാട്ടിലും സിമ്പിളായിട്ടുള്ളൊരു ഡ്രിങ്കാണ് നമ്മളുടെ ടെൻഡർ കോക്കനട്ട് മുഹബത്ത്. അപ്പോൾ ഈ 2 വിഭവങ്ങളും തയ്യാറാക്കി നോക്കുക, ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.